വിശദമായിട്ട് സംസാരിക്കുന്നതാണ് കൂടുതൽ. ഇറ്റ് ഈസ് ഓൾവേസ് ടു ഷോ ദ ഹൈലൈറ്റ്സ്. പിന്നെയാണ് നമ്മൾ ഈ പ്ലാനിലും കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിക്കുന്നത്. സോ ഈ ഹൈലൈറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെരി വെരി ഗുഡ് ഈവനിങ്. ഈ സൺഡേയിലെ തിരക്കായ ഒരു ദിവസം, സ്റ്റിൽ 6:30, അതും 6:30 മണി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ടഫ് ടു മാനേജ്. ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി ദറ്റ് ഈ മീറ്റിംഗിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നത്. സോ ബ്ലൂ ലൈഫിന്റെ പ്ലാനിന്റെ ഹൈലൈറ്റ്സ്, പ്രോഡക്റ്റിന്റെ ഹൈലൈറ്റ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബ്ലൂ ലൈഫിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി, 8 വർഷമായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കമ്പനി, വളരെ വളരെ സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ സയന്റിഫിക് ആയിട്ടുള്ള പ്രോഡക്ട്സ്, സൊല്യൂഷൻ ബേസ്ഡ് പ്രോഡക്റ്റ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിന് സോൾവ് ചെയ്യാൻ കഴിവും സയന്റിഫിക് ആയിട്ടുള്ള അത്രയും ക്വാളിറ്റിയിലെ ഹൈ ക്വാളിറ്റി വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ബ്ലൂ ലൈഫ് നിങ്ങൾക്ക് തരുന്നത്. സോ അതേ രീതിയിൽ ഈ നല്ല പ്രോഡക്റ്റും നല്ല കാര്യങ്ങളും എടുത്തുകൊണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോകുമ്പോൾ നിങ്ങളെ ഈ കോമ്പൻസേഷൻ പ്ലാനിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയണം. സോ ഇന്ന് ഞാൻ പ്ലാനിന്റെ ഡീറ്റെയിൽ അല്ല ഞാൻ സംസാരിക്കുന്നത്, ജസ്റ്റ് ഒരു ഹൈലൈറ്റ്സും ഈ പറഞ്ഞ ടേക്ക് അവേ. ഇപ്പൊ ബ്ലൂ ലൈഫിലെ കൂടെ നിങ്ങൾ 3-4 കാര്യങ്ങൾ, ചെറിയ ചെറിയ പ്രോമിസ് ഒരു ആൾക്കാരോട് പറയുമ്പോൾ അത് എങ്ങനെയാന്ന് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. സോ ബ്ലൂ ലൈഫിന്റെ പ്ലാനിൽ എല്ലാവർക്കും അറിയാം, വളരെ ലളിതമായിട്ട് ഈസി ആയിട്ട് ബ്ലൂ ലൈഫിൽ കൂടെ ചേരാം. അതായത് ഒരു 50 BP, അതായത് 1800 റുപ്യ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലൂ ലൈഫിൽ വരാം. ഒരു 900 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കമ്മീഷനും മാസം മാസം എടുക്കുന്ന കമ്മീഷൻ നേടാനും പറ്റും. സോ ഹൈ റീറ്റെയിൽ, അതായത് ഒരു തുടക്കക്കാരന് ഒരു 25% തൊട്ട് 43% വരെ ബ്ലൂ ലൈഫിൽ നിങ്ങൾക്ക് റീറ്റെയിൽ മാർജിൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, 20,000 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഏകദേശം 28,510 റുപ്യന്റെ പ്രോഡക്റ്റ്, 570 റുപ്യന്റെ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 43% റീറ്റെയിൽ മാർജിൻ വരെ നിങ്ങൾക്ക് ബ്ലൂ ലൈഫിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കാം. സോ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 30% MRP ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ്. രണ്ടാമത്തെ കാര്യം, ഏതൊരു ബിസിനസ്സിലും കൺസിസ്റ്റൻസി ആണ് ആ ബിസിനസ്സിനെ മുമ്പോട്ട് നയിക്കുന്നത്. ഇന്ന് എടുത്തു പറയാൻ പറ്റുന്ന ബ്ലൂ ലൈഫിൽ പ്ലാനിലെ ഏറ്റവും വലിയ ഒരു പവർഫുൾ സിസ്റ്റമാണ് റീറ്റെയിൽ കൺസിസ്റ്റൻസി. നിങ്ങൾ നാളെ വരാൻ പോകുന്ന ടീമില് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താന്ന് ചോദിച്ചാലും, വരുന്നവരെല്ലാവരും അറിഞ്ഞോ അറിയാണ്ടോ നല്ല രീതിയിൽ ഒരു റീപർച്ചേസും നല്ല രീതിയിൽ റീറ്റെയിലിംഗ് നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില പ്ലാനിൽ അത് നടക്കൂല. ബ്ലൂ ലൈഫിൽ ഈ പറഞ്ഞ റീറ്റെയിൽ കൺസിസ്റ്റൻസിന്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രഷറും ഇല്ലാണ്ട് ജസ്റ്റ് അറിവ് മാത്രം, നോളജ് മാത്രം കൊടുത്തുകൊണ്ട്, ഇൻഫർമേഷൻ മാത്രം പാസ് ഓൺ ചെയ്തുകൊണ്ട് ആ പുള്ളിക്കാരൻ എല്ലാവരും 5 ഇല്ലെങ്കിൽ 10 ഇല്ലെങ്കിൽ 20,000 മാസം മാസം റീറ്റെയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അവിടെയാണ് ഈ റീറ്റെയിൽ കൺസിസ്റ്റൻസിന്റെ പ്രത്യേകത. സോ ഈ റീറ്റെയിൽ കൺസിസ്റ്റന്റിന്റെ ഇനിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 3 മാസം ചെയ്യുമ്പോൾ എനിക്ക് ഒരു 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 ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അത് 6 മാസം ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടും. 12 മാസം ചെയ്യുമ്പോൾ വളരെ വളരെ വലുതായ ഒരു ക്യാഷ് ബെനിഫിറ്റും ഇല്ലെങ്കിൽ ഒരു ഇൻസെന്റീവ് ആണ്. സോ റീറ്റെയിൽ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് അറിയാം, 5,000-ന് 3 മാസം ചെയ്യുമ്പോൾ മിനിമം ആയിട്ട് 1,500 റുപ്യ കിട്ടും. അവിടെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മിനിമം 1,500 തൊട്ട് 68,000 റുപ്യ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഇൻസെന്റീവ് ആയിട്ട് ബ്ലൂ ലൈഫിന്റെ ഈ റീറ്റെയിലിൽ കൂടെ കിട്ടും. സോ ഒരു സാധാരണക്കാരന് ഒരു മാസം 5,000 റുപ്യന്റെ റീറ്റെയിൽ ചെയ്തുകൊണ്ട്, അതായത് ഒരു മാസം ഫുൾ ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് 5,000 അങ്ങനെ 3 മാസം ചെയ്താൽ മിനിമം റീറ്റെയിൽ പ്രോഫിറ്റ് ഒഴിവെ 1,500 റുപ്യ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. അതേ രീതിയിൽ 20,000 പ്രോഡക്റ്റ് നിങ്ങൾ 12 മാസം ചെയ്യുമ്പോൾ ഏകദേശം 68,000 റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് ഇൻസെന്റീവ്. സോ 3 മാസം ചെയ്യുമ്പോൾ, 6 മാസം ചെയ്യുമ്പോൾ, 12 മാസം ചെയ്യുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആകർഷണമാണ് നമ്മൾ ഈ റീറ്റെയിൽ കൺസിസ്റ്റൻസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതുകൊണ്ട് നിങ്ങളെ സിസ്റ്റത്തിൽ ആൾക്കാർ ചെയ്യുവോ? തീർച്ചയായിട്ടും ചെയ്യും ഈ പറഞ്ഞ റീറ്റെയിൽ കൺസിസ്റ്റൻസി. സോ ഇപ്പൊ ഏതൊരു ഡയറക്ട് സെല്ലിങ്ങും ഏതൊരു കമ്പനിന്റെയും വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്നാന്ന് ചോദിച്ചാൽ സ്ട്രോങ് റീറ്റെയിലിംഗ് ആണ്. ബിക്കോസ് ബ്ലൂ ലൈഫിന്റെ മാതിരി പ്ലാനില് ആൾക്കാരെ ചേർത്തുകൊണ്ട് മാത്രം കാശ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ആൾക്കാരെ ചേർത്ത ഒരു കാശും കിട്ടാനും പോകുന്നില്ല. സോ അവിടെ നല്ല രീതിയിൽ റീറ്റെയിൽ നടക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇൻസെന്റീവും കിട്ടണം. സോ വിചാരിച്ചു നോക്ക്, ഒരു പുള്ളിക്കാരൻ 20,000 റുപ്യന്റെ കച്ചവടം മാസം മാസം ചെയ്ത്
12 മാസം ആകുമ്പോൾ 68,000 ക്യാഷ് ബാക്കും ഏകദേശം 1 ലക്ഷത്തിന്റെ റീറ്റെയിൽ മാർജിനും പുള്ളിക്കാരനത് കിട്ടും. സോ ഇതാണ് റീറ്റെയിൽ കൺസിസ്റ്റൻസി. പെർഫോമൻസ് ബോണസ് എന്റെ ടീമിൽ കൂടെ വരുന്ന പഴയതും പുതിയതും എല്ലാം ചേർത്തുകൊണ്ട്, ക്യാരി ഫോർവേഡ് ബിസിനസ് എല്ലാം ചേർത്തുകൊണ്ട് എനിക്ക് മാസം 4 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ ബ്ലൂ ലൈഫിൽ പെർഫോമൻസ് ബോണസ് നിങ്ങൾക്ക് നേടാൻ പറ്റും. മന്ത്ലി റാങ്ക് ഇൻസെന്റീവ്, അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു സംഭവമാണ് ബ്ലൂ ലൈഫിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ഫുൾ മാസം, അതായത് 30 ദിവസം 31 ദിവസം കൊണ്ട് നിങ്ങൾ വെക്കുന്ന ബിസിനസ് പോയിന്റിന്റെ ബേസിസിൽ നിങ്ങൾക്ക് കിട്ടുന്ന മിനിമം ഒരു 1000 റുപ്യ തൊട്ട് 70,000 റുപ്യ വരെ നിങ്ങൾക്ക് ഫിക്സ്ഡ് ഇൻസെന്റീവ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഇൻകം അതിനേക്കാണ് കൂടുതലായിട്ട് നിങ്ങൾക്കത് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, മന്ത്ലി റാങ്ക് ഇൻസെന്റീവ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മിനിമം 20,000 ഒരു കച്ചവടം 600 BP കച്ചവടം ചെയ്യുമ്പോൾ ഒരു ഫുൾ മാസത്തില് നിങ്ങൾക്ക് കിട്ടുന്ന 1000 പ്ലസ് പെർഫോമൻസ് ബോണസ് ഏകദേശം 2,000 റുപ്യ. പക്ഷേ 6 ലക്ഷത്തിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ അതേ പറയുന്ന ബോണസ് നിങ്ങൾക്ക് 70,000 ഫിക്സ്ഡും ഒരു 30,000 പെർഫോമൻസ് ബോണസ് കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് 50 മടങ്ങാണ് നിങ്ങളെ ഇൻകം കൂടാൻ സാധ്യത. സോ ഓരോരോ സ്റ്റെപ്പും നിങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ ടേൺ ഓവർ കുറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, പക്ഷെ ഇൻകം കൂടിക്കൊണ്ട് പോകുന്നു. ഇന്ന് ഡയറക്ട് സെല്ലിംഗിന്റെ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ ഒരു ഫിക്സ്ഡ് ഇൻസെന്റീവ്, അതായത് ഞാൻ ഇത് ചെയ്താൽ ഇത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഏത് പ്ലാനിലും ഇന്ന് അതില്ല. അതും ഫുൾ മാസത്തിന്റെ, അതായത് ഒരു ഫുൾ മാസം നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ. അതേ രീതിയിൽ മന്ത്ലി റാങ്ക് ഇൻസെന്റീവും ഞാൻ നേടി, പിന്നെ എന്റെ പെർഫോമൻസ് ബോണസിന്റെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഞാൻ ഏൺ ചെയ്യാൻ പറ്റിയാൽ അവിടെയാണ് എക്സിക്യൂട്ടീവ് റാങ്ക് റിവാർഡ് മാസം നിങ്ങൾക്ക് 2,000 തൊട്ട് 1,80,000 വരെ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇനി എന്താ പറയാ, ഫിക്സ്ഡ് ആയിട്ടുള്ള 2,000 റുപ്യ തൊട്ട് ഏതൊരു വ്യക്തിക്കും മാസം 1,80,000 വരെ മാസം നിങ്ങൾക്ക് റിവാർഡ് നേടാനും ഇവിടെ അവസരം ലഭിക്കുന്നു. റോയൽറ്റി. സോ റോയൽറ്റി എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻകം ആണ്. അതായത് 1% റോയൽറ്റി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം 75,000 തൊട്ട് 1,00,000 വരെ റോയൽറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ 8ാമത്തെ ശതമാനം ഒരു പുള്ളിക്കാരൻ ആ റാങ്ക് എടുത്തുകൊണ്ട് ആ റാങ്കിൽ റോയൽറ്റി നേടുമ്പോൾ ഏകദേശം 1 കോടി തൊട്ട് 1.5 കോടി വരെ ഈ ബ്ലൂ ലൈഫ് പ്ലാനിൽ വെറും ഒരു ഇൻകം മാത്രം നിങ്ങൾക്ക് ലഭിക്കും. സോ വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ്, സ്റ്റേബിൾ കമ്പനി, അടിപൊളി ഒരു പ്ലാൻ. സോ അടിപൊളി പ്ലാനിൽ നല്ല രീതിയിൽ റീറ്റെയിൽ ഇൻസെന്റീവ്, അതായത് മാസം ഞാൻ റീറ്റെയിൽ ചെയ്യുമ്പോൾ എന്റെ ചെലവിന് വേണ്ടിയിട്ടുള്ള ഏകദേശം 43% 3 മാസം കൂടുമ്പോൾ എനിക്കൊരു കൺസിസ്റ്റൻസി ബോണസ്, അത് 68,000 റുപ്യ വരെ ക്യാഷ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കാൻ പറ്റും. സോ ഇതാണ് ബ്ലൂ ലൈഫിന്റെ പ്രത്യേകത. സോ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് റാങ്ക് ഞാൻ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് മാത്രം കാണിക്കുന്നത്. ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ ഒരു അംബാസിഡർ ആകുമ്പോൾ 1000 റുപ്യ ലഭിക്കും. ഒരു ഗോൾഡ് അംബാസിഡർ ആകുമ്പോൾ 2,000 2,500 ഏകദേശം 6,000 റുപ്യ. എക്സിക്യൂട്ടീവ് ഗോൾഡ് ആണെങ്കിൽ 4,000 റുപ്യ എക്സ്ട്രാ, അതായത് ഏകദേശം 10,000 റുപ്യ പ്ലസ് പെർഫോമൻസ് ബോണസ്. സോ എക്സിക്യൂട്ടീവ് പ്ലാറ്റിനം ആണെങ്കിൽ 5 പ്ലാറ്റിനത്തിന്റെ ബേസിസിൽ എക്സിക്യൂട്ടീവ് പ്ലാറ്റിനത്തെ റിവാർഡ് ഏകദേശം 10,000 റുപ്യ. പെർഫോമൻസ് ബോണസ് എല്ലാം ചേർത്തുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇൻകം ആണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത. സോ ഇറ്റ്സ് സംതിങ് ഹ്യൂജ് ഇൻകം ആണ് ബ്ലൂ ലൈഫ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. സോ ഒരു ഡയമണ്ട് അംബാസഡർ ആയിട്ട് നിൽക്കുന്ന വ്യക്തി, പുള്ളിക്കാരൻ നേടുന്നത് ശരിക്കും പറയുന്ന ഒരു 30,000 റുപ്യന്റെ പെർഫോമൻസ് ബോണസ് ആയിരിക്കും. പക്ഷേ പുള്ളിക്കാരന് കിട്ടിയത് 70,000-ഓളം ഫിക്സ്ഡ് ഇൻസെന്റീവ് ആണ്. പക്ഷേ അതേ ആള് 1 ലക്ഷത്തിന്റെ പെർഫോമൻസ് ബോണസ് നേടുമ്പോൾ അഡീഷണൽ 40,000 റുപ്യ വരെ റിവാർഡ് കിട്ടും. സോ ടോട്ടൽ ആയിട്ട് 1,10,000 റുപ്യ വരെ നിങ്ങൾക്ക് ലഭിക്കും. സോ ഈ പറഞ്ഞതെല്ലാം ഒരു ഫിക്സ്ഡ് ഇൻസെന്റീവ് ആയിട്ട് നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ വളരെ ചുരുക്കമാണ് ഞാൻ ചെയ്താൽ എനിക്കൊരു എത്ര കിട്ടുന്ന ഉറച്ച തീരുമാനത്തിൽ പറയാൻ പറ്റുന്ന ഒരു പ്ലാൻ ഇന്ന് തൽക്കാലം ബ്ലൂ ലൈഫ് മാത്രമേ ഉള്ളൂ. സോ ട്രിപ്പിൾ ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ CD സാറിന്റെ മാതിരിയും നമ്മളെ കിരൺ ചാട്ട്ലെ, രാജേന്ദ്ര റെഡ്ഡിനെ മാതിരി ഈ മാസം തന്നെ ഈ പറഞ്ഞ ട്രിപ്പിൾ ഡയമണ്ട് റാങ്കിൽ എത്താൻ എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് 6.5 lakh. ഇപ്പൊ റോയൽറ്റി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 5 ലക്ഷം നിങ്ങൾ നേടിയാൽ ഈ പറഞ്ഞ ഡബിൾ ഡയമണ്ട് റാങ്ക് എടുത്താൽ 1% റോയൽറ്റി തുടങ്ങി. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ റോയൽറ്റി 2% റോയൽറ്റി നിങ്ങൾക്ക് അത് ചേരും. സോ ഇതാണ് ബ്ലൂ ലൈഫിന്റെ ഒരു
സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ പ്ലാൻ. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്ലൂ ലൈഫിന്റെ ടേക്ക് അവേസ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയാം, എടോ ബ്ലൂ ലൈഫിൽ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ബ്ലൂ ലൈഫിൽ വന്നാൽ മതി. നമ്പർ 1 പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ചിട്ട് അതിനുശേഷം 3 പ്രോമിസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പ്രോമിസ് വന്നിട്ട്, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് വെറും റീറ്റെയിൽ ചെയ്തുകൊണ്ട് മാത്രം 68,000 രൂപ, അതായത് 2,40,000 ബിസിനസ് ചെയ്തുകൊണ്ട് 1,00,000 റീറ്റെയിൽ ഇൻകം നിങ്ങൾക്ക് നേടാൻ പറ്റും. പ്ലസ് 68,000 ക്യാഷ് ഇൻസെന്റീവ് നിങ്ങൾക്ക് എടുക്കാം. ആ ക്യാഷ് ഇൻസെന്റീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിപ്പ് ആയിട്ട് കൺവേർട്ടും ചെയ്യാം. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിച്ചാൽ 2,00,000 ഒരാൾ വെറും റീറ്റെയിൽ മാത്രം ചെയ്തുകൊണ്ട് 2,40,000 ബിസിനസ് വെച്ചുകൊണ്ട് ലാസ്റ്റിൽ 12ാമത്തെ മാസം കിട്ടുന്ന ഒരു ഇൻസെന്റീവ് ആണ് 50,000 ക്യാഷ് ഇൻസെന്റീവ്. ആ സമയത്തില് നിങ്ങൾ പറയുന്നത്, എനിക്ക് ക്യാഷ് വേണ്ട, ഞാനൊരു ട്രിപ്പ് ഉണ്ട്, അത് മലേഷ്യ ആയിരിക്കാം, അല്ല ബാലി ആയിരിക്കാം, എന്ത് ട്രിപ്പ് എങ്കിലും ആയിക്കോട്ടെ, ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി പോസിബിൾ. അത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. സോ അപ്പം വളരെ സിമ്പിൾ ആണ്. വെറും റീറ്റെയിൽ ചെയ്തുകൊണ്ട് 2,40,000 കച്ചവടം ചെയ്തുകൊണ്ട് 20,000 ഇൻറ്റു 12 മാസം ചെയ്തുകൊണ്ട് ക്യാഷ് ഇൻസെന്റീവ് നേടാൻ പറ്റും. ഇല്ലെങ്കിൽ യു കൻ യുവർ ഡിസിഷൻ ദാറ്റ് യു കൻ പാർട്ടിസിപ്പേറ്റ്. സോ ഇന്ന് ഡയറക്ട് സെറ്റിലിംഗിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതും 2.4 ലാഖില് 68,000 ക്യാഷ് ബോണസ് പ്ലസ് 1,00,000 റീറ്റെയിൽ എന്ന് പറയുമ്പോൾ സംതിങ് അൺബിലീവബിൾ. അത് നിങ്ങൾ കണ്ടതാണ്. സോ ആദ്യത്തെ പ്രോമിസ് ആണ് ഇത്. അതായത് ഓൾമോസ്റ്റ് 20,000 ഇൻറ്റു ക്യുമുലേറ്റീവ് ബില്ലിംഗ് 3 മാസം ചെയ്യുമ്പോൾ 6,000, 12 മാസം ചെയ്യുമ്പോൾ 6 മാസം ചെയ്യുമ്പോൾ 12,000 രൂപ, 12 മാസം ചെയ്യുമ്പോൾ 50,000 ക്യാഷ് ബെനിഫിറ്റ്. സോ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക, ഇറ്റ് ഈസ് സംതിങ് ഹ്യൂജ് ബെനിഫിറ്റ്. മാസം മാസം ഒരു 8,000 ചില്ലറ നിങ്ങൾക്ക് റീറ്റെയിലിൽ കൂടെ നേടാം. അത് ഏകദേശം 1,00,000 ആയിരിക്കും റീറ്റെയിൽ ഇൻകം 12 മാസം. പ്ലസ് ഒരു വലിയൊരു തുക നിങ്ങൾക്ക് 50,000 രൂപ കിട്ടും. അത് ഇന്റർനാഷണൽ ടൂറിന് വേണ്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആ സമയം കൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എന്റെ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്താൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സോ ഇതാണ് ബ്ലൂ ലൈഫിന്റെ സ്ട്രോങ് സെല്ലിംഗ് പോയിന്റ്. അതായത് ഈവൻ എ സ്മോൾ റീറ്റെയിലർ കൻ ഏൺ എ ഹ്യൂജ് മണി. സോ രണ്ടാമത്തെ ടേക്ക് അവേ, ചെറിയ രീതിയിൽ റീറ്റെയിൽ ചെയ്യുന്ന വ്യക്തികൾ, എനിക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂല, പക്ഷേ ഞാൻ ബ്ലൂ ലൈഫിലെ കൂടെ ചെറിയ ചെറിയ പാസീവ് ഇൻകം എനിക്ക് നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എത്ര വരെ നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടേക്ക് അവേ. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ബ്ലൂ ലൈഫിലെ പണ്ട് 50,000 പ്രോഡക്റ്റും ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു. 50,000 ചിലപ്പോൾ രണ്ട് ഐഡിയ അടിച്ചുകൊണ്ട് ചില ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു. അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 20,000 മാത്രം നിങ്ങൾ 2 ഐഡിയ അടിച്ചിട്ട് 20,000 ഒരു, അപ്പം സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഒരു പുള്ളിക്കാരൻ പറയുന്നത്, എനിക്ക് നെറ്റ്വർക്കും ടീമൊന്നും ബിൽഡ് ചെയ്യാൻ അറിയില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യാൻ അറിയും. ഞാൻ ഏത് രീതിയിലാണ് ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ബ്ലൂ ലൈഫിന്റെ എല്ലാ ബെനിഫിറ്റ് നേടാൻ പറ്റും ചോദിച്ചാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ അത് കാണിക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് ജസ്റ്റ് എൻ എക്സാമ്പിൾ ടു ഓപ്റ്റിമൈസ് നിങ്ങളെ ഇൻകം മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനിൽ അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സോ ഞാനൊരു ഫുൾ മാസം 20,000 ബിസിനസ് എ ആൻഡ് ബി 2 ഐഡിയയിൽ കൂടെ ഞാൻ റീറ്റെയിൽ ചെയ്യുമ്പോൾ അത് സിംഗിൾ ഇൻവോയ്സ് ആണെങ്കിൽ ഏകദേശം 8,570 റീറ്റെയിൽ ഇൻകം നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ ഈ ഐഡിയയിലും 8,570. സോ ഇത് 600 BP മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അംബാസഡറിന്റെ ആദ്യത്തെ ബോണസ് കിട്ടും 1,000 രൂപ, അത് മാസം. പ്ലസ് പെർഫോമൻസ് ബോണസ് ഏകദേശം 1,080 രൂപ നിങ്ങൾക്ക് കിട്ടിക്കാണും. സോ അത് വന്നിട്ട് ടീമിൽ വരുന്ന ബോണസ്, അതായത് അംബാസഡർ റാങ്ക് തീർച്ചയായിട്ടും ഈ ഇതിലെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 2,000 റുപ്പീസ് പ്ലസ് നിങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടി. ഇതന്നെ മാത്രം ഞാൻ 12 മാസം ചെയ്യുന്ന 12 മാസം ഇത് മാത്രം ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്നാന്ന്, മാക്സിമം പൊട്ടൻഷ്യൽ എന്നാന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ടീം ബിൽഡ് ചെയ്യുന്നില്ല, എനിക്കത് അറിയില്ല. നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നത് അത് ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കാം. ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് പോകാൻ. സോ ലെറ്റ് സീ ദ പൊട്ടൻഷ്യൽ ഇഫ് ഡൺ ഫോർ 12 കൺസിക്യൂട്ടീവ് മന്ത്സ്. അൺബിലീവബിൾ അല്ലേ? നിങ്ങൾ 2 ഐഡിയയിൽ എത്രയാണ് കച്ചവടം ചെയ്യുന്നുണ്ടാവുക? സിംഗിൾ ഇൻവോയ്സിലാണെങ്കിൽ 20,000 എന്ന് പറയുമ്പോൾ
40,000 12 മാസം നിങ്ങൾ ചെയ്തത് കച്ചവടം 4,80,000 റീറ്റെയിൽ മാർജിൻ എത്ര നൽകി? 8,570 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,00,000 ചില്ലറ ഏകദേശം 2,05,680 റീറ്റെയിൽ മാത്രം നിങ്ങൾ നേടിക്കാണും. പ്ലസ് ഈ പറഞ്ഞ 2,000 എന്റെ അംബാസഡർ ബോണസ് 1,000 1,080 എനിക്ക് പെർഫോമൻസ് ബോണസ് 12 മാസം നോക്കുമ്പോൾ ഏകദേശം 24,000 25,000 നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസും അംബാസഡർ ബോണസും ലഭിച്ചു കാണും. ക്യാഷ് ആയിട്ട് ഈ പറഞ്ഞ 12 മാസം നിങ്ങൾ 12ാമത്തെ മാസം നിങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് 68,000 നിങ്ങൾക്ക് ഈ ഐഡിയയിൽ മാത്രം കിട്ടും. ഈ ഐഡിയയിലും കൂടി 2 ഐഡിയയിലും കൂടി 1,36,000 നിങ്ങൾക്ക് ക്യാഷ് ഇൻസെന്റീവ് ലഭിച്ചു കാണും. സോ ടോട്ടൽ ക്യാഷ് മാത്രമാണ് നിങ്ങൾ കണക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ 4,80,000 ബിസിനസ്സിൽ 1,60,000 നിങ്ങൾക്ക് ക്യാഷ് ബാങ്കിൽ മാത്രം വന്നു. അത് മാത്രം 33% ആണ് റിട്ടേൺ. അതായത് നിങ്ങൾ ചെയ്ത 4 ലക്ഷത്തിന്റെ ടേൺ ഓവറിൽ 33%. പക്ഷേ നിങ്ങൾ 4 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് 20,000 റൊട്ടേഷൻ ആണ് മാസം ചെയ്യുന്നത്. സോ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് മോർ ദാൻ 600 ടൈംസ് ആണ് നിങ്ങളുടെ എർണിംഗ് പൊട്ടൻഷ്യൽ. പക്ഷേ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ 1,60,000 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 33% യു ഹവ് ഏൺഡ് ഓൺ എ ടേൺ ഓവർ. റീറ്റെയിൽ ഉപരി അത് വെറും ക്യാഷ് ആയിട്ട് മാത്രം. സോ റീറ്റെയിൽ കാണുമോ? യെസ്, ഓഫ് കോഴ്സ് 2,05,000 റീറ്റെയിൽ. അത് ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ ബെനിഫിറ്റ് ആണ് 2,05,000 പ്ലസ് 1,60,000 എന്ന് പറയുമ്പോൾ 3,66,640 rupees is the maximum potential. 2 ഐഡിയയിലെ കൂടെ നിങ്ങൾ 20,000 ചെയ്താൽ, അത് 80 ചെയ്താൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതും കിട്ടും, ചിലപ്പം 10,000 ബെനിഫിറ്റും കിട്ടും ഇൻടു 12 months. സോ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ചെയ്താൽ മതി. എല്ലാ മാസവും ഞാൻ റീറ്റെയിൽ ചെയ്തുകൊണ്ട് പ്ലാറ്റിനം ആവാനും ചില ആൾക്കാർക്ക് സാധിക്കും. പക്ഷെ അത് ചെയ്യാൻ പറ്റിയാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ 20,000 ഞാൻ എത്രയോ ആൾക്കാരെ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. 50,000 റീറ്റെയിൽ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ 50,000 ചെയ്യേണ്ട ആവശ്യമില്ല. 20,000 you can do it. What is the total benefit? 3,66,640. Percentage വെച്ച് നോക്കുമ്പോൾ almost 90% your earning potential on the turnover of 4,80,000. അൺബിലീവബിൾ ആണ് ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ. സോ ക്യാഷ് ആയിട്ട് ലഭിക്കുന്നത് 1,60,000 ആൻഡ് റീറ്റെയിൽ ആയിട്ട് നിൽക്കുന്നത്. സോ 3,66,000 എന്ന് പറയുമ്പോൾ 20,000 40,000 കച്ചവടം ചെയ്തുകൊണ്ട് നിങ്ങൾ ഏകദേശം 30,000 ആണ് ആവറേജ് ഇൻകം നിങ്ങൾ നേടുന്നത്. 40,000 ടേൺ ഓവർ ചെയ്തുകൊണ്ട് 30,000 ആവറേജ് ഇൻകം നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു പവർഫുൾ സിസ്റ്റമാണ് ബ്ലൂ ലൈഫിന്റെ റീറ്റെയിൽ കൺസിസ്റ്റൻസിലേക്ക് കൂടെ നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് പ്ലാനിങ്ങിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാം. സോ നിങ്ങളുടെ ടീമിൽ ഇഷ്ടമുള്ള ആൾക്കാർ റീറ്റെയിൽ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് ഈ പറഞ്ഞ കാണിച്ച് അവർ. സോ ഒരു കമ്പൽഷൻ ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രഷറും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയാൽ ബിലീവ് മീ ഇറ്റ് ഈസ് അൺബിലീവബിൾ. സോ ഇതാണ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പ്രോമിസ്. സോ ആദ്യത്തേത് വെറും 2,40,000 ടേൺ ഓവർ ചെയ്തുകൊണ്ടും നാളെ നിങ്ങൾ വിചാരിച്ചാൽ റീറ്റെയിൽ ഇൻകം നല്ല രീതിയിൽ അത് ലീഡർ ആണെങ്കിൽ 50,000 ബദല് എനിക്ക് ട്രിപ്പ് മതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ബോണസ്. അത് CD സാർ ആവാം, സന്തോഷ് ആവാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡർമാർക്കും ഇത് ചെയ്യാൻ. എന്തിനാണ്? വൈ ഷുഡ് യു ഗിവ് എവേ? ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി തരുമ്പോ എന്തിനാണ് അത് ഞാൻ വിട്ടുകൊടുക്കേണ്ടത്? അത് 1,500 ആയിക്കോട്ടെ, 7,500 ആയിക്കോട്ടെ, 68,000 ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമ്പോൾ വൈ ഷുഡന്റ് ഐ യുനോ ടേക്ക് ദറ്റ് ആൻഡ് ഗ്രാബ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. സോ ഇതാണ് രണ്ടാമത്തെ പ്രോമിസ്. ഒരു നെറ്റ്വർക്കും ബിൽഡ് ചെയ്യാണ്ട് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ ഒരു റീറ്റെയിൽ ചെയ്തുകൊണ്ടും എനിക്ക് 3,66,000 എനിക്ക് നേടാൻ പറ്റും വെറും 4,80,000 ടേൺ ഓവർ. ഇറ്റ് ഈസ് അൺബിലീവബിൾ. സോ മൂന്നാമത്തെ പ്രോമിസ് ഈസ് സംതിങ് വെരി 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 ഇൻട്രസ്റ്റിംഗ്. അതായത് ഈ ബിസിനസ്സിൽ കുറെ ആൾക്കാർ വരുന്നത് വെറും കാശ് ഉണ്ടാക്കാൻ മാത്രമല്ല, ലൈഫ് സ്റ്റൈലിനും ഇന്റർനാഷണൽ ടൂറിനും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ കാണുന്നത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു ഇന്റർനാഷണൽ ടൂറിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ, എസ്പെഷ്യലി ഈ ഇൻഡസ്ട്രിയിൽ, അത് വലിയ വലിയ ഐഡിയസ് കമ്പനീൻ്റെതായിക്കോട്ടെ വലിയ വലിയ ടേൺ ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. സോ ബ്ലൂ ലൈഫില് മൂന്നാമത്തെ പ്രോമിസ്
ബാക്കിയുള്ള കമ്പനിയുടെ മാതിരി പ്രൊമോ തുടങ്ങി. സോ സാധാരണ രീതിയിൽ എല്ലാ കമ്പനിയിലും ഇന്റർനാഷണൽ ടൂറും മറ്റേ എന്താണ് പറയാ ഇൻസെന്റീവിനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ചില കമ്പനിയിൽ 6 മാസമായിരിക്കും ടാർഗറ്റ്, ചില കമ്പനിയിൽ 3 മാസമായിരിക്കും ടാർഗറ്റ്, ചില കമ്പനിയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദർ ക്രൈറ്റീരിയ. സോ 6 മാസത്തെ ഒരു ടാർഗറ്റ് ആണ് അവർ ചിലപ്പോൾ തരുക. അപ്പൊ 6 മാസം നിങ്ങൾ ചെയ്യുമ്പോൾ 6 മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പം അച്ചീവ് ചെയ്ത, ഫോർ എക്സാമ്പിൾ 100 പേര് അച്ചീവ് ചെയ്തു. ആ 100 പേര് എന്തായി, അവർ ഇന്റർനാഷണൽ ടൂറിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ചിലപ്പോൾ 200 പേര് ശ്രമിച്ചു കാണും, പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഇത് സ്വാഭാവികമാണ്, എല്ലാ പ്രൊമോഷനിലും ഇത് പ്രാക്ടിക്കലി ഇതാണ്. പക്ഷെ ഈ 200 പേരെ ഫെയിലിയർ മേഡ് ദ 100 പീപ്പിൾ സക്സസ്ഫുൾ. കറക്റ്റ്? ഇതാണ് പ്രോബബിലിറ്റി ഓഫ് തിയറി ഓഫ് പ്രോബബിലിറ്റി. പക്ഷേ ആ 200 പേർക്ക് ചിലപ്പം 30% ശ്രമിച്ചു കാണും, 50% ശ്രമിച്ചു കാണും, ചിലപ്പം 70% ശ്രമിച്ചു കാണും, ചിലപ്പം 90% വരെ ചില ആൾക്കാർ മിസ് ആയിട്ടുണ്ട്. അപ്പോ അവരെല്ലാ എഫേർട്ട് ഇട്ടു, പക്ഷെ ആ സമയം കൊണ്ട് അത് പിടിക്കാൻ പറ്റിയില്ല. ആൻഡ് മിസ് ദ ടൂർ. ഇറ്റ് ഈസ് റിയാലിറ്റി. ദിസ് ഈസ് ദ റിയാലിറ്റി ഓഫ് ഡയറക്ട് സെല്ലിംഗ്. സോ അടുത്ത പ്രൊമോ വരും. അപ്പോ ആ പ്രൊമോ കഴിഞ്ഞു, 6 മാസം പ്രൊമോ കഴിഞ്ഞു, ആദ്യം ഇനിയൊരു പ്രൊമോ തുടങ്ങും. അവിടെയും നമ്മൾ ആദ്യം 0 തുടങ്ങണം. സോ ബ്ലൂ ലൈഫിന്റെ ഒരു പ്രോമിസ് ഓർത്ത് വെക്കുക. ബ്ലൂ ലൈഫിന്റെ ഒരു പ്രോമിസ്, കൊല്ലത്തില് ഒരു ഇന്റർനാഷണൽ ടൂർ എങ്കിലും അപ്പോ നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് എങ്ങനെയാണ്? സോ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഞാൻ ചെയ്യുന്ന ജോലി മാസം മാസം ചെയ്യുന്നു. പക്ഷെ എന്റെ ഓരോരോ ശ്രമവും ബ്ലൂ ലൈഫിൽ വേസ്റ്റ് ആവില്ല. അത് ഞാൻ ഇപ്പൊ ഇവിടെ പ്രൂവ് ചെയ്തിട്ട് കാണിക്കാം. സോ വേറെ കമ്പനിയിൽ 300 പേര് ശ്രമിച്ചു, 100 പേര് അച്ചീവ് ചെയ്തു, 200 പേര് പോകാണ്ടിരുന്നു. പക്ഷെ അവരവരായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് കാണും. സോ അവിടെ അഗൈൻ ദേ ഹാവ് ടു റീസ്റ്റാർട്ട്. ബ്ലൂ ലൈഫിൽ അതിന്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ബ്ലൂ ലൈഫിൽ ഉണ്ട് ഇപ്പം ഒരു ഇന്റർനാഷണൽ ടൂറിന്റെ ഇത് ഏത് 20,000 പോയിന്റ് നിങ്ങൾ ചെയ്താൽ 20,000 പോയിന്റ് ചെയ്താൽ നിങ്ങൾക്ക് ബാങ്കോക്ക് ടൂറിലേക്ക് ബ്ലൂ ലൈഫ് കൊണ്ടുപോകും. സോ 20,000 ടൂർ പോയിന്റ്സ് ശേഖരിച്ചാൽ എത്ര മാസം കൊണ്ട്? സെപ്റ്റംബർ 30 സെപ്റ്റംബർ 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസത്തില് നിങ്ങൾ ടോട്ടൽ ആയിട്ട് 20,000-ന്റെ മുകളിൽ പോയിന്റ് ശേഖരിച്ചാൽ ബ്ലൂ ലൈഫ് പറയുന്ന ആ 20,000 പോയിന്റ് കൊണ്ട് നിങ്ങൾക്ക് തായ്ലൻഡ് 3 nights 4 days-ന്റെ ഒരു തായ്ലൻഡ് ട്രിപ്പ് ലഭിക്കും. പക്ഷേ ചില ആൾക്കാർ, അപ്പൊ ഞാൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത്? അത് നിങ്ങളെ ഇഷ്ടം. അതായത് 2,500 ചെയ്യാം, 5,000 ചെയ്തുകൊണ്ട് പ്ലാറ്റിനം അടിക്കാം. ഓരോരോ റാങ്കിനും ഒരു ടൂർ പോയിന്റ് ഉണ്ട്. അത് പ്ലാനിലെ കൂടെ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ സെപ്റ്റംബർ എൻഡില് ഇതേ രീതിയിൽ വേറെ കമ്പനിയിൽ എങ്ങനെ നടക്കുന്നു? ചിലപ്പോൾ 100 പേര് ബ്ലൂ ലൈഫിൽ ക്വാളിഫൈ ആയി. സെപ്റ്റംബർ ആകുമ്പോൾ 100 പേര് തായ്ലൻഡ് അച്ചീവർ ആയി. പക്ഷെ 200 പേര് അച്ചീവ് ചെയ്തിട്ടില്ല. സ്വാഭാവികമാണോ? 100% ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ ഈ പറഞ്ഞ 200 പേര് ഒരു 2,500 പോയിന്റ് എങ്കിലും നേടിക്കാണും. ഈ പറഞ്ഞ 200 പേരിൽ കുറച്ച് പേര് 5,000 പോയിന്റ് എങ്കിലും നേടിക്കാണും. ഈ പറഞ്ഞ 200 പേരിൽ, അതായത് അച്ചീവ് ചെയ്യാത്ത 200 പേരിൽ ഈ പറഞ്ഞ ഒരു 10,000 നേടിക്കാണും. ചില ആൾക്കാർ 7,500 നേടിക്കാണും. അപ്പോ പല പല രീതിയിൽ ആൾക്കാർ ടൂർ പോയിന്റ് ശേഖരിച്ച് കാണും. സോ അവരെ ശ്രമം വേസ്റ്റ് ആവുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പൊ ഈ 100 പേര് എന്തായി? 6 മാസം കൊണ്ട് അച്ചീവ് ചെയ്തു. അവർ മുമ്പോട്ട് പോയി, അവർ അച്ചീവ് ചെയ്തു. അവര് 20,000 പോയിന്റ് കൊണ്ട് അവര് തായ്ലൻഡ് ടൂർ. പക്ഷെ നിങ്ങൾക്ക് ഡീമോട്ടിവേഷൻ ആവേണ്ട കാര്യമില്ല. ബിക്കോസ് ഒക്ടോബറിന്ന് ആദ്യം ഒരു പ്രൊമോ തുടങ്ങുമ്പോൾ 6 മാസത്തെ ഇനിയൊരു പ്രൊമോ തുടങ്ങുമ്പോൾ അവിടെയും ഇതേ രീതിയിലായിരിക്കും, ടൂർ പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ ഈ പറഞ്ഞ ടാർഗറ്റ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ ഒരു മലേഷ്യ ടൂർ ഫോർ എക്സാമ്പിൾ ആണ്. നിങ്ങൾ നാളെ പറയാൻ പാടില്ല അന്ന് നിങ്ങൾ ടാർഗറ്റ് 20,000 എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഒരു മലേഷ്യ ടൂർ, അവിടെയും നമ്മൾ പറയുന്നത് ഓക്കെ, ഒക്ടോബർ ടു മാർച്ച് 20,000 പോയിന്റ് ചെയ്യുന്നവർക്ക് ആദ്യം മലേഷ്യയിൽ കൊണ്ടുപോകുന്നു, ഇല്ലെങ്കിൽ 22,500 പോയിന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ മലേഷ്യ കൊണ്ടുപോകുന്നു. അത് ഡിപ്പെൻഡിങ് ഓൺ ആ ടാർഗറ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളെ കയ്യിൽ ചില ആൾക്കാരുടെ കയ്യിൽ ഓൾറെഡി 2,500 പോയിന്റ് കാണും.
എന്തുകൊണ്ട്? നിങ്ങൾ ബാങ്കോക്ക് ക്വാളിഫൈ ആയിട്ടില്ല. അവര് വന്നത് ചിലപ്പം സെപ്റ്റംബറിലായിരിക്കും. അവര് വന്നത് ചിലപ്പോൾ അഗസ്റ്റിലായിരിക്കും. ചില ആൾക്കാർ 5000 പോയിന്റ് നേടി കാണുള്ളൂ. ചില ആൾക്കാർ 10,000 പോയിന്റ് നേടി കാണുള്ളൂ. പക്ഷേ ഒക്ടോബർ തുടക്കത്തില് നിങ്ങളുടെ കയ്യിൽ 10,000 പോയിന്റ് ഉണ്ടാവും. ചില ആൾക്കാർ 5000 പോയിന്റ് ഉണ്ടാവും. ചില ആൾക്കാർ 2500 പോയിന്റ് ഉണ്ടാവും. അപ്പം ഈ ടാർഗറ്റില് അവര് 10,000 പോയിന്റ് ഓൾറെഡി നേടിക്കഴിഞ്ഞാൽ അടുത്ത 6 മാസം കൊണ്ട് അവർ എത്രയാ നേടേണ്ടത്? 20,000 ആണോ? അല്ല 10,000 ആണോ? അവർക്ക് വെറും 10,000 മാത്രം നേടിയാൽ മതി. ഇതാണ് ബ്ലൂ ലൈഫിന്റെ പ്രത്യേകത. സോ ചില ആൾക്കാർ 5,000 നേടിക്കഴിഞ്ഞു. അപ്പോ അടുത്ത 20,000-ത്തില് അവർ എത്രയാണ് ബാക്കി നേടേണ്ടത്? 15,000. പറ്റുവോ? സൂപ്പറായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പൊ ചില ആൾക്കാർ 7,500 നേടി കാണും പോയിന്റ് ക്യാരി ഫോർവേഡ്. അപ്പൊ അടുത്ത 6 മാസം കൊണ്ട് ബാക്കിയുള്ള 12,500 പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ദിസ് ഈസ് ദ പവർ. അപ്പൊ ചില ആൾക്കാർ 40,000 നേടി കാണും. പക്ഷെ ഇപ്പൊ വലിയ വലിയ ലീഡർമാർ 40,000 നേടി കാണും. 40,000 പോയിന്റ് നേടി കാണും. പക്ഷെ അനക്ക് ഒരു സീറ്റ് മതി എന്നിട്ട് പുള്ളിക്കാരൻ പോയി. ഓൾറെഡി അടുത്ത ടൂറിന് ഓൾറെഡി ക്വാളിഫൈ ആയോ? ക്വാളിഫൈ ആയി. സോ ഈ പറയുന്ന അതുകൊണ്ടാണ് ഞാൻ ആ 4-ാം തീയതി മുതൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഏത് റാങ്ക് വേണമെങ്കിലും നിങ്ങൾ ശ്രമിച്ചോ. നിങ്ങൾ പ്ലാറ്റിനം ആവാൻ ശ്രമിച്ചോ, ഡയമണ്ട് ആവാൻ ശ്രമിച്ചോ, എമറൽഡ് ആവാൻ ശ്രമിച്ചോ. പക്ഷെ ഗോൾഡിന്റെ താഴെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തിനാ ചോദിച്ചാൽ ഈ പറഞ്ഞ ബാങ്കോക്ക് അല്ല നിങ്ങളുടെ ലക്ഷ്യം. ഈ പറഞ്ഞ എങ്ങനെയായാലും മാർച്ചിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ പറഞ്ഞ 140 പേരില് കുറെ ആൾക്കാർ നിങ്ങൾ ആ പറയുന്ന ഇന്റർനാഷണൽ ടൂറിലേക്കും പോവാൻ സാധ്യതയുണ്ട്. സോ ഗോൾഡ് റാങ്ക് പിടിച്ചാൽ എന്താണ് പ്രത്യേകത? 2,500 പോയിന്റ് കിട്ടും. ഞാൻ ഗോൾഡ് റാങ്കിന് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ്? 80,000. അപ്പോ 80,000 ഇല്ല 2,400 BP ചെയ്യുമ്പോ എനിക്ക് കിട്ടുന്നതാണ് ഏകദേശം 10,000 ടോട്ടൽ ഇൻകം പ്ലസ് അതിന്റെ 2,500 പോയിന്റ് ടൂർ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ 8 മാസം ചെയ്താൽ മതിയില്ലേ? ഓട്ടോമാറ്റിക് ആയിട്ട് 20,000 പോയിന്റ്. 10 മാസം ചെയ്താൽ 25,000 പോയിന്റ്. സോ ബ്ലൂ ലൈഫിന്റെ പ്രോമിസ് ആണ്. സോ ഇവിടെയാണ് ബ്ലൂ ലൈഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പറഞ്ഞ ടൂർ പോയിന്റ്സിലൂടെ എല്ലാ വ്യക്തികളും ഇനി വരാൻ പോകുന്ന കാലത്തിൽ വലിയ വലിയ ലീഡർമാരും, നാളെ നിങ്ങളും വലിയ ലീഡർ ആകുമ്പോൾ ചിലപ്പോൾ കൊല്ലത്തിൽ 2 ഇന്റർനാഷണൽ ടൂർ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ ആൾക്കാർ, ചിലപ്പം തുടങ്ങിയ ആൾക്കാർ കൊല്ലത്തിൽ ഒരു ഇന്റർനാഷണൽ ടൂർ ഷുവർ ആയിട്ട് പോകാൻ സാധിക്കുന്ന ഒരു പ്ലാൻ ആണ് ഈ പറഞ്ഞ ടൂർ പോയിന്റിലൂടെ. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എന്തിനുകൊണ്ട് എല്ലാ മാസം മിനിമം ഗോൾഡ് റാങ്ക് അടിച്ചേ പറ്റൂ. ഗോൾഡ് റാങ്ക് അടിക്കാൻ 80,000 ബിസിനസ്, 2,400 BP 2,400 BPന്റെ ബിസിനസ് നിങ്ങൾ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന സെപ്റ്റംബർ ഇല്ലെങ്കിൽ മാർച്ചിൽ ഞാൻ ഒരു ടൂർ പോയേ തീരും. ദാറ്റ് ഷുഡ് ബി യുവർ ഗോൾ. സോ എവ്രിബഡി, ദ റൂൾ ഈസ് വെരി സിമ്പിൾ. സ്റ്റാർട്ട് വിത്ത് മിനിമം ലീഡർമാർ, റീറ്റെയിലർ അല്ലാണ്ട് നിൽക്കുന്ന ലീഡർമാർ മിനിമം 5,000 കൺസിസ്റ്റൻസി ചെയ്തേ പറ്റും. നിങ്ങൾ ചെയ്താലേ നിങ്ങളെ താഴെ വരുന്ന ലീഡർമാർ 5,000 കൺസിസ്റ്റൻസി ചെയ്യണമെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിരിക്കട്ടെ മാസത്തിൽ 5,000 ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അവിടെയാണ് നിങ്ങൾ റീറ്റെയിൽ കൺസിസ്റ്റൻസിൽ ചെയ്യാൻ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. അതായത് 500 റീറ്റെയിൽ ചെയ്തുകൊണ്ട് മാസത്തിൽ 5,000 ടോട്ടൽ ബില്ലിംഗ് ചെയ്യാൻ പറ്റും. സോ ആദ്യത്തെ റൂള്, സാധാരണക്കാരനായ ഒരു ലീഡർ എല്ലാ ആൾക്കാരും 5,000 കൺസിസ്റ്റൻസിലേക്ക് ഈ മാസം തൊട്ട് പോവുക, 10,000 കൺസിസ്റ്റൻസിലേക്ക് പോവുക, ചെയ്യുന്ന ആൾക്കാർ 20,000 കൺസിസ്റ്റൻസിലേക്കും മിനിമം പോവുക. അവിടെ ഈ പറഞ്ഞ 5ഉം 10ഉം 20ഉം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള 12 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്തിനാന്ന് വിട്ടുകളയേണ്ടത്. അപ്പം നിങ്ങളുടെ ടീമിൽ 4 പേര് റീറ്റെയിൽ, ഈ പറഞ്ഞ 4 പേരോ 8 പേരോ നിങ്ങളുടെ ടീമിൽ 10,000 കൺസിസ്റ്റൻസിൽ കൂടെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാ മാസം നിങ്ങൾക്ക് അംബാസിഡർ ആവാനും പറ്റും, ഇല്ല ഗോൾഡ് അംബാസിഡർ ആവാനും പറ്റും. ഇപ്പൊ ഗോൾഡ് അംബാസിഡർ ആയാൽ 2,500 പോയിന്റ്. സോ ഇതാണ് ബ്ലൂ ലൈഫിന്റെ ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിച്ച് ഐ വാണ്ടഡ് ടു ഷെയർ. ആൻഡ് ദ മോസ്റ്റ് പവർഫുൾ തിങ് ഈസ് ഈ മാസം 2 ലക്ഷ്യമാണ് നിങ്ങൾക്ക് മാക്സിമം അംബാസിഡറിന്റെ റാങ്ക് പിടിക്കുക. മിനിമം, അതായത് പുതുമക്കാർ, അതായത് ഇവിടെ ഇരിക്കുന്ന 130 പേരും ഗോൾഡ് അടിക്കാനേ
പോകാൻ പാടുള്ളൂ. മിനിമം നിങ്ങൾ ഗോൾഡ് റാങ്ക്, അതിന്റെ ലിസ്റ്റ് ഞാൻ മിഥുന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാണ്ട് നിങ്ങളെ ടീം, നിങ്ങളെ ഒരു സൈഡിൽ 80,000 ബിസിനസ് വന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. ഓൾറെഡി വന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അവര് ഈ പറഞ്ഞ 5 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് എന്നാ ചെയ്യേണ്ടത്? 80,000 ബിസിനസ് വെച്ച് ഗോൾഡ് റാങ്ക് അടിക്കുക. 2,500 പോയിന്റ് നേടി 7,500 ഇൻകം ബാങ്കിലെ വന്നു. സോ next 7 days or 6 days is very, very crucial and very, very important. So ബ്ലൂ ലൈഫിന്റെ കേരളം ടീമില് ഒരു 100 ഗോൾഡ് കൂടെ നമുക്ക് തുടക്കം കുറിക്കാം. ഈ 100 ഗോൾഡ് പ്ലസ് ഒരു 200 അംബാസിഡറിന്റെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ അടുത്ത മാസം ചെയ്യുന്നത്. തീർച്ചയായിട്ടും സമീർ സാർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ സമീർ സാറും അവിടെ കാണും. അംബാസിഡർ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് എന്റെ സൈഡിൽ നിന്ന് 2 പ്രോമിസ് ആണ്. അതായത് ജൂൺ 15, ജൂൺ 10, 11 ഒരു RTP ഉണ്ട്. ഓക്കെ, സോ ജൂണ് 15ന്റെ ഉള്ളിൽ 13 ഇല്ലെങ്കിൽ 14, ഇല്ലെങ്കിൽ 14 ഇല്ലെങ്കിൽ 15, 2 ദിവസം എല്ലാ അംബാസിഡറും ആൻഡ് അബോ ഒരു പ്രത്യേക ഒരു ട്രെയിനിങ്, അതായത് ഹെൽത്ത് കോച്ച് ആവേണ്ട ഒരു ട്രെയിനിങ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മലയാളത്തിലായിരിക്കും, അത് അംബാസിഡർ, ഇത് ഓൺലൈനിലായിരിക്കും കേട്ടോ. സോ ഇത് 2 സെഷൻ ആയിട്ട് പോകും. അത് രജിസ്റ്റർ ചെയ്തിട്ട് ആണ് വരേണ്ടത്. അപ്പൊ അംബാസിഡറായി ക്വാളിഫൈ ചെയ്ത വ്യക്തികൾക്ക് അത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സോ അംബാസിഡർ ആൻഡ് അബോ പ്ലസ് നിങ്ങൾക്ക് ഈ ഹെൽത്ത് കോച്ച് ആവണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ, ബിക്കോസ് ബ്ലൂ ലൈഫിലെ കൂടെ വന്നാൽ നിങ്ങൾ ഒരു സാധാരണ ഡിസ്ട്രിബ്യൂട്ടർ അല്ല, നിങ്ങൾ ഒരു ഹെൽത്ത് കോച്ച് ആയിട്ടാണ് നമ്മൾ നിങ്ങളെ കാണുന്നത്. അപ്പൊ നാളെ നിങ്ങളെ കസ്റ്റമറും നിങ്ങൾ ഒരു ഹെൽത്ത് കോച്ച് ആയിട്ടാണ് കാണണമെങ്കിൽ അതിന് നല്ല ഒരു ട്രെയിനിങ് ലഭിച്ചേ പറ്റൂ. എന്നാലും നിങ്ങളെ ആ കോൺഫിഡൻസും നിങ്ങളെ ആ പറഞ്ഞ റീറ്റെയിലിന്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റൂലൂ. സോ ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യേണ്ടത് ശ്യാമിന്റെ ആണ്. 2 സെഷൻ ആയിരിക്കും, 2 ഡേയ്സ് സെഷൻ ആയിരിക്കും. കുറച്ച് പ്രയാസം ഉണ്ടാവും. 4 മണിക്കൂർ 4 മണിക്കൂറിന്റെ സെഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇരുന്ന് നിങ്ങള് എന്താ പറയാ ഹോംവർക്ക് ഉണ്ടാവും. അപ്പോ ആദ്യത്തെ ഹോംവർക്ക് അംബാസിഡർ ആവേണ്ട ഹോംവർക്കാണ്. ആദ്യത്തെ ഹോംവർക്ക് അംബാസിഡർ ആൻഡ് അബോ ആയാൽ ബാക്കി ട്രെയിനിങ്ങിലെ കൂടെ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്കും ട്രെയിനിങ് സെഷനിലെ കൂടെ വൺ തിങ് ഐ ക്യാൻ ടെൽ യു, ആ ട്രെയിനിങ്ങിലെ കൂടെ നിങ്ങൾ ഒരു ഹെൽത്ത് കോച്ച് ആയിട്ട് മാറുമ്പോൾ നിങ്ങളെ കസ്റ്റമറിന്റെ കാഴ്ചപ്പാട് 180 ഡിഗ്രി, അതായത് 360 ഡിഗ്രിയിലേക്ക് മാറും. മീൻസ് അവരുടെ കാഴ്ചപ്പാടിനെ നിങ്ങളുടെ മേത്ത് their perception of about you will change. ആ പ്രോമിസ് എന്റേതാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഹെൽത്ത് കോച്ചിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെ നിങ്ങളെ കസ്റ്റമറിനെ കൈകാര്യം ചെയ്യും, എങ്ങനെ നിങ്ങൾ സംസാരിക്കും, എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും, അപ്പോ ആ ഒരു ട്രെയിനിങ് ആണ് അംബാസിഡർ ആൻഡ് അബോന് മാത്രം ലഭിക്കുന്ന ഒരു ബോണസ്. ഇത് ഓൺലൈനിലെ കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് ഷ്യാമിന്റെ CEO ആയിട്ടുള്ള സെക്കൻഡ് എന്താണ് ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആണ്. സോ ബിലീവ് മീ, യുവർ ലൈഫ് വിൽ ചേഞ്ച്. കോൺഫിഡൻസ് വിൽ ബി സൂപ്പർ ഡൂപ്പർ. അതായത് അത്രയും കോൺഫിഡന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യുമ്പോൾ. സോ ആദ്യത്തേത് നിങ്ങളെ കാര്യം ചെയ്യേണ്ടത് മാക്സിമം അംബാസിഡർ ആയിട്ട് ക്വാളിഫൈ ചെയ്യിപ്പിക്കുക. നിങ്ങളല്ല, ഇവിടെ ഇരിക്കുന്ന 130 പേരും. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്രയോ ആൾക്കാർക്ക് ഓൾറെഡി ഒരു ലെഗിൽ തന്നെ 60,000 ബിസിനസ്, ഒരു ലെഗിൽ 80,000 ബിസിനസ് വന്നിട്ടുണ്ട്. നിങ്ങൾ സിസ്റ്റം തുറന്നു നോക്കാത്ത കാരണം നിങ്ങൾക്ക് അത് അറിയുന്നില്ല. സോ മിഥുന്റെ അടുത്ത് ആ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ പേര് ചോദിക്കുക, എത്രയാ ചെയ്തത് നിങ്ങൾ അറിയാ. സോ മിഥുന്റെ ഫോൺ നമ്പർ വിളിച്ചാലും മിഥുൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. CD സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. നിങ്ങള് ഇത്ര ബാക്കിയുണ്ട്, അംബാസിഡറിന് വേണ്ടിയിട്ട് ഇത്ര ബാക്കിയുണ്ട്, ഗോൾഡ് അംബാസിഡറിന് വേണ്ടിയിട്ട്. സോ 3 പ്രോമിസ് ആണ്. ഒരു സാധാരണക്കാരനായ ഒരു റീറ്റെയിലറും ബ്ലൂ ലൈഫിൽ കൂടെ ഏകദേശം 70 to 80% ഇൻകം പൊട്ടൻഷ്യൽ ആയിട്ട് ഇൻകം നേടാൻ പറ്റും. ഇറ്റ് ഈസ് അൺബിലീവബിൾ. സോ മാല പണയം വെച്ച് വള പണയം വെച്ചിട്ട് ഒരു മാസം റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സൃഷ്ടിക്കാൻ നിർബന്ധവും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. നമ്മൾ ചെറിയ രീതിയിൽ മാസം മാസം ചെയ്തുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ധൈര്യത്തോടെ മനസ്സമാധാനത്തോടെ മുമ്പോട്ട് പോകുന്നത്. യെസ്, കുറച്ച് പാടായിരിക്കും, മാസം മാസം ചെയ്യണമെന്നല്ലോ, ശരിയല്ലേ? നമ്മളും തെറ്റുകാരാണ്. എന്തിനാ ചോദിച്ചാല്, അയ്യോ മാസം മാസം ചെയ്യണോ, അതിനെക്കാണ് ഒറ്റ മാസം ചെയ്താൽ മതിയില്ലേ, എന്നിട്ട് 12 മാസം അതേ കഷ്ടപ്പെടണം. എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? മാസം മാസം ചെറിയ രീതിയിൽ ചെറിയ തുകയിൽ നമ്മൾ ചെയ്യുക.
എന്ന് അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ബിക്കോസ് നാളെ നിങ്ങളുടെ ടീമിൽ ചെറുപ്പക്കാരും സ്റ്റുഡന്റ് വരുമ്പോ അവരെടുത്ത് ഈ 20,000 സിംഗിൾ ഇൻവോയ്സിൽ അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റൂല. അവരെ കയ്യിൽ അത്രയും കാശ് കാണൂല. അവരും അപ്പൊ അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണോ വേണ്ടയോ? ഒരു വീട്ടമ്മക്ക് 20,000 എടുത്തിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് പറ്റില്ല. പക്ഷേ മാസം 2,000 റൊട്ടേഷൻ ചെയ്തിട്ട് 20,000 കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. അപ്പൊ ആ 2,000 ഓരോ ബില്ലിംഗിലെ കൂടെയും ഇപ്പൊ ഞാൻ ജസ്റ്റ് മിഞ്ഞാന്ന് ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. 2,000 ഇൻറ്റു 6 2,000 ഇൻറ്റു 6 3 ഇൻവോയ്സ് അടിച്ചാല് ഏകദേശം 6,000 ബില്ലിംഗ് ആയി. അപ്പൊ അത് വന്നിട്ട് ഏകദേശം 1,500 റീറ്റെയിൽ മാർജിൻ കിട്ടി. പിന്നെ ഒരു 20,000 MRP സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് 14,000 മാത്രമാണ്. അപ്പൊ 6,000 റീറ്റെയിലും അപ്പോ ഏകദേശം 1,500 ഏകദേശം 27,000 റേറ്റ്. അപ്പൊ 20,000 സിംഗിൾ ഇൻവോയ്സ് അടിക്കേണ്ട ആവശ്യമില്ല. 14,000 സിംഗിൾ ഇൻവോയ്സ് അടിച്ചുകൊണ്ട് 3 ഇൻവോയ്സ് 2,000 അടിച്ചാലും 27,500 പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഇതെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണക്ക് ശരിക്കും പഠിച്ചാൽ വലിയൊരു ബിസിനസ്മാൻ ആവാൻ പറ്റും. സോ ഇമോഷനിലെ കൂടെ നമ്മൾ ബിസിനസ് ചെയ്യാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ റൂൾ നമ്പർ 1, കൺസിസ്റ്റൻസിയിൽ കൂടെ മാക്സിമം ഫോക്കസ് ചെയ്യുക. 1 മാസം മാത്രം പുഷ് ചെയ്തിട്ട് അവരെ അച്ചീവ്മെന്റ് ചെയ്യിപ്പിക്കില്ല. 12 മാസം ബെനിഫിറ്റ് അവര് തീരുമാനിക്കട്ടെ 5 10 20. രണ്ടാമത്തത്, ഈ മാസം മാക്സിമം ആൾക്കാർ അംബാസഡറിലേക്ക് ക്വാളിഫൈ ആവുക ആൻഡ് ഗോൾഡിലേക്ക് ക്വാളിഫൈ ആവുക. ഇവിടെ ഇരിക്കുന്ന 100 ചില്ലറ ആൾക്കാർ ഗോൾഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അംബാസഡറിന്റെ ട്രെയിനിങ്ങിൽ നിങ്ങളും കാണും നമ്മൾ തൃശ്ശൂരിൽ വെക്കുന്നത്. സോ അംബാസഡറിന് വേണ്ടി പ്ലസ് ഈ പറയുന്ന എല്ലാ റാങ്കിലും അംബാസഡറിന് മുകളിൽ നിൽക്കുന്ന എല്ലാ റാങ്കും ഈ പറഞ്ഞ ട്രെയിനിങ്ങിൽ അടുത്ത മാസം നമ്മൾ ചെയ്യുന്ന 1 ഫുൾ ഡേ ട്രെയിനിങ്ങിൽ അവിടെ കാണും. പക്ഷെ അതിന്റെ മുമ്പില് ഞാൻ അംബാസഡർ ആൻഡ് അബോവിന് ഓൺലൈനിൽ കൊടുക്കുന്ന 2 വർക്ക്ഷോപ്പാണ്. ആ ട്രെയിനിങ് ചെയ്യുന്ന മുമ്പിൽ അത് ചെയ്യാൻ എന്തിനാ ഞാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾ അന്ന് വരുമ്പോ നമ്മളെ മുമ്പിൽ അത് സംസാരിച്ച് അതിന്റെ വർക്ക്ഷോപ്പിന്റെ അതിന്റെ ടെസ്റ്റിമോണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടുന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ 4 hours പ്ലസ് 4 hours 8 അവറിന്റെ ഒരു സെഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആസ് എ വെൽനസ് കോച്ച്. സോ ബ്ലൂ ലൈഫില് ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഞാൻ ബ്ലൂ ലൈഫിലെ ഡിസ്ട്രിബ്യൂട്ടർ അല്ല, ഐ ആം എ വെൽനസ് കോച്ച് അറ്റ് ബ്ലൂ ലൈഫ്. വെൽനസ് കോച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു റെസ്പെക്ട് ഉണ്ടാവും, അവിടെ ഒരു ആൾക്കാർ ആഗ്രഹിക്കും. ദാറ്റ് മീൻസ് ഞാൻ സാധാരണക്കാരനല്ല. പക്ഷേ അത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ നോളജും ഉണ്ടാവണം, അതിന് വേണ്ടിയുള്ള കഴിവും അതിന് വേണ്ടിയുള്ള സ്കില്ലും നിങ്ങൾക്ക് ഉണ്ടാവണം. ആ സ്കില്ലാണ് വളരെ ഈസിയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും അത്രയും ഈസി ആയിരിക്കും ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത്ര സിമ്പിൾ ആയിരുന്നോ ഇത് ഈ പറയുന്ന സംഭവം. സോ ആ ട്രെയിനിങ്ങിന് വേണ്ടി മാക്സിമം അംബാസഡറും ഗോൾഡ് റാങ്കും ഇത് അച്ചീവ് ചെയ്യുക, ഓൺലൈൻ സെഷനിൽ അറ്റൻഡ് ചെയ്യുക. സോ 3 പ്രോമിസ് മറക്കാൻ പാടില്ല. ഫസ്റ്റ്, റീറ്റെയിലിലെ കൂടെ നല്ല ഒരു ഇൻകം ബ്ലൂ ലൈഫ് തരുന്നത്. രണ്ടാമത്തത്, ചെറിയ രീതിയിൽ റീറ്റെയിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാത്ത ആൾക്കാർക്കും ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. 20,000 ചെയ്താൽ എത്രയാണ് അവർക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തത്, അയ്യോ ബാങ്കോക്കിൽ എനക്ക് പറ്റൂലപ്പാ, എനക്ക് ചെയ്യാൻ കഴിയില്ല, നിങ്ങളല്ലേ വലിയ ലീഡർമാരല്ലേ, അങ്ങനത്തെ ടെൻഷൻ ഇനി മുതൽ ബ്ലൂ ലൈഫിന് ഡിസ്ട്രിബ്യൂട്ടർ ആൾക്കാർക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ശ്രമിച്ചോ. അവർക്ക് ചിലപ്പോൾ ലീഡർമാർ കുറച്ച് സൂപ്പർ സ്പീഡിൽ, ബിക്കോസ് അവര് 3 വർഷം 4 വർഷം മുമ്പിൽ വന്ന ആൾക്കാരല്ലേ. സോ അപ്പൊ അവർക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സാധാരണക്കാരന് ഞാൻ ഗോൾഡ് റാങ്ക് അടിച്ച് അപ്പൊ ഒരു 8 മാസം കൊണ്ട് എനിക്ക് ഒരു ഇന്റർനാഷണൽ ടൂറിൽ പോകാൻ പറ്റും. ഈ ഒരു സാധ്യത ഒരു ഡയറക്ട് സെല്ലിങ്ങിലും ഇല്ല. അതിന്റെ അർത്ഥം ഞാൻ പണ്ട് നിങ്ങളെല്ലാം പറയുന്ന പോലെ തന്നെ ഇനി പോകുന്ന കാലത്തില് നമ്മള് ഒരു വലിയൊരു ഒരു ഒരു സംഭവമായിരിക്കും നിങ്ങൾ എടുത്തു പറയാ. ബ്ലൂ ലൈഫിൽ വന്നാൽ ആധാർ കാർഡ് ഉണ്ടോ പാൻ കാർഡ് ഉണ്ടോ അറിയില്ല, പക്ഷെ പാസ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. പക്ഷെ എനിക്കറിയാം എല്ലാ മലയാളികളും 10ാം ക്ലാസ് കഴിഞ്ഞ ഇവിടെ ആദ്യം ഉണ്ടാക്കുന്നത് പാസ്പോർട്ടാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. ഈ പറയുന്ന ആൾക്കാർ യു വിൽ ഗോ ടു ദി ഇന്റർനാഷണൽ ടൂർ. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. സോ മാക്സിമം യു കൻ ഫോക്കസ്. ഈ മാസം നമ്മള് മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അംബാസഡറിന്റെ റാങ്കിലേക്കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആൻഡ് ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുക. അത് ഫിസിക്കൽ ട്രെയിനിങ്, അത് ട്രെയിനിങ് ആയിരിക്കില്ല, ഒരു 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 ഉത്സവം മാതിരി ഒരു ആവേശം
മറ്റേ ഒരു എക്സൈറ്റ്മെന്റ് ഒരു സംഭവമായിരിക്കും അത് നിങ്ങളെ ഇതിന്. സോ പക്ഷെ ട്രെയിനിങ് വന്നിട്ട് അംബാസഡറിന്റെ അബോന് 4 മണിക്കൂർ, അതായത് ഫുൾ ഡേ വർക്ക്ഷോപ്പ് ആയിരിക്കും. മോർണിംഗ് 2 hours, ആഫ്റ്റർനൂൺ 2 hours, അടുത്ത ദിവസം മോർണിംഗ് 2 hours, ആഫ്റ്റർനൂൺ 2 hours വിത്ത് എ സർട്ടിഫൈഡ് വെൽനസ് കോച്ചിന്റെ ഒരു ട്രെയിനിങ് ആണ് അത്. എന്റെ മലയാളത്തിൽ മാക്സിമം ഞാൻ പറയാൻ ശ്രമിക്കാം. പക്ഷെ അവിടുന്ന് തൊട്ട് നിങ്ങളുടെ ബിസിനസ് റീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകും. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. CD സാറേ, സാർ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. സോ നിങ്ങളെ കമ്മിറ്റ്മെന്റ് ആണ് ഈ വരുന്ന മിഥുന്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്. 180 പേര് ഗോൾഡ് റാങ്കില് നിൽക്കാൻ സാധ്യതയുള്ള ലിസ്റ്റ് മിഥുന്റെ അടുത്തുണ്ട്. മനസ്സിലായി? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് 100 ഗോൾഡാണ്, 130, 125 ഗോൾഡാണ്. സോ 180 പേര് ഗോൾഡ് ആവേണ്ട സാധ്യത ആ ലിസ്റ്റ് മിഥുന്റെ കയ്യിലുണ്ട്. സോ താങ്ക് യു വെരി മച്ച് മിഥുൻ. CD സാറേ, അടിച്ചു പൊളിക്കാം. ശരി സാറേ, അടിച്ചു പൊളിക്കാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. സാർ എന്തെങ്കിലും സംസാരിക്കുന്നത് ക്യാരി ഓൺ. താങ്ക് യു മിഥുൻ. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു സന്തോഷ്. താങ്ക് യു ശിവൻ സാറേ. താങ്ക് യു സദാനന്ദ് സാറേ ആൻഡ് ഓൾ ദ പീപ്പിൾ ഹൂസ് പ്രസന്റ് ഹിയർ. നമുക്ക് ഒരു വലിയൊരു അടിപൊളി തുടക്കം. ബിലീവ് മീ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലി എക്സൈറ്റിംഗ്. ഒരു ടെൻഷനും വേണ്ട. വി ആർ ഗോയിങ് ടു റോക്ക്. ഈ വരുന്ന ഒരു കൊല്ലം കൊണ്ട് നമ്മൾ 7 കൊല്ലം കൊണ്ട് എന്നാ നേടിയതോ അത് നമ്മൾ ഈ പറയുന്ന ഒരു കൊല്ലം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു പ്ലാനും പറ്റുന്ന ഒരു വിഷനിലും കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ താങ്ക് യു CD സർ. താങ്ക് യു ദ എൻറ്റയർ ടീം പനോരമ. ആൻഡ് നിങ്ങളെ സൺഡേ, വളരെ പ്രധാനപ്പെട്ട ഒരു സൺഡേ മാറ്റി വെച്ച് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്, ഗ്രേറ്റ് സൺഡേ. താങ്ക് യു.